എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഏറ്റവും പുതുതായിട്ട് വന്നിട്ടുള്ള ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെടുത്തിയുള്ള അപ്ഡേറ്റുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. നമ്മുടെ സംസ്ഥാനത്ത് ഏപ്രിൽ മാസം വിതരണം ചെയ്യുമെന്ന് സർക്കാർ അറിയിച്ചിരുന്ന ക്ഷേമ പെൻഷന്റെ വിതരണം വിഷുവിന് മുമ്പ് തന്നെ നമ്മുടെ കൈകളിലേക്ക് അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് സർക്കാർ നൽകുമെന്നാണ് അറിയിച്ചിരുന്നത്. ഇതുമായി ബന്ധപ്പെടുത്തി 1600 രൂപയുടെ വിതരണ ഉത്തരവ് ഇപ്പോൾ സർക്കാർ പുറപ്പെടുവിച്ചിരിക്കുകയാണ്. വിതരണത്തിൽ പറയുന്നത് നമുക്ക് ലഭിക്കേണ്ട ആനുകൂല്യം ആകെ 826 കോടിക്ക് മുകളിലാണ് ഇപ്പോൾ വിതരണം ചെയ്യാൻ പോകുന്നത്. വിതരണ അറിയിപ്പിൽ പ്രകാരം നമുക്ക് നിലവിൽ 10-ാം തീയതി ഏപ്രിൽ മാസം 10-ാം തീയതി വിതരണം ആരംഭിക്കുകയാണ്. അതുമാത്രമല്ല ഏപ്രിൽ 14 വിഷു അതിനു മുമ്പ് തന്നെ എല്ലാവരുടെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് അല്ലെങ്കിൽ കൈകളിലേക്ക് എത്തിക്കണമെന്നുള്ള നിർബന്ധ നിർദ്ദേശവും വന്നിട്ടുണ്ട്. പ്രധാനമായിട്ടും സർക്കാർ എല്ലാവർക്കും ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള അറിയിപ്പ് ഉദ്യോഗസ്ഥ തലങ്ങളിലേക്ക് കൈമാറി കഴിഞ്ഞിട്ടുണ്ട്. സഹകരണ ബാങ്കുകളിലേക്ക് അല്ലെങ്കിൽ സഹകരണ സംഘങ്ങളിലേക്ക് വളരെ വൈകാതെ തന്നെ തുക എത്തിച്ചേരുന്നതാണ്. ഇതോടൊപ്പം തന്നെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് DBT സംവിധാനം വഴിയായിരിക്കും തുക പ്രധാനമായിട്ടും ക്രെഡിറ്റ് ആവുന്നത്. 10-ാം തീയതി തന്നെ വിതരണ ക്രമീകരണങ്ങൾ ആരംഭിക്കുകയും അത് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്ന സാഹചര്യവും ഉണ്ടായിരിക്കുന്നതാണ്. അതായത് 10, 11, 12 തീയതികളോടുകൂടി തന്നെ വിതരണം പൂർത്തിയാക്കുവാനുള്ള ക്രമീകരണമാണ് സർക്കാർ ഇപ്പോൾ ആലോചിച്ചിരിക്കുന്നത്. നിലവിൽ കഴിഞ്ഞ ആഴ്ച തന്നെ വിതരണം നടത്തുമെന്നുള്ള അറിയിപ്പ് സർക്കാർ നൽകിയിരുന്നു. വിഷുക്കാലത്ത് ഒരു കൈനീട്ടം എന്ന രീതിയിലായിരിക്കും ഏപ്രിൽ മാസത്തെ ഗഡു അത് മുൻകൂറായിട്ട് വിതരണം ചെയ്യുക എന്ന രീതിയാണ് സർക്കാർ ഇപ്പോൾ അറിയിപ്പ് നൽകിയിട്ടുള്ളത്. പക്ഷേ അതിൻ്റെ തീയതികളോ അതോടൊപ്പം തന്നെ വിതരണ കാര്യങ്ങളോ ഒന്നും കൃത്യമായിട്ടും പറഞ്ഞിരുന്നില്ല. അടുത്ത ആഴ്ച എന്നൊരു സൂചന മാത്രമായിരുന്നു ആ ഒരു സമയത്ത് നൽകിയിരുന്നത്. എന്നാൽ ഇപ്പോൾ കൃത്യമായിട്ട് അതിൻ്റെ തീയതികൾ ഉൾപ്പെടെ സർക്കാർ അറിയിച്ചിരിക്കുകയാണ്. 10-ാം തീയതി മുതൽ തന്നെ വിതരണം ആരംഭിക്കേണ്ടതാണെന്നുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ ധനവകുപ്പ് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പെൻഷൻ ഇപ്പോൾ വളരെ വേഗം തന്നെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നതാണ്. എല്ലാ പെൻഷൻ വാങ്ങുന്നവർക്കും അത് സാമൂഹിക സുരക്ഷാ പെൻഷന് കീഴിലുള്ള ആനുകൂല്യം വാങ്ങുന്നവർക്കായാലും ക്ഷേമനിധി ബോർഡ് ആനുകൂല്യം വാങ്ങുന്നവർക്കും എല്ലാവർക്കും ധനസഹായം ഉറപ്പായി കഴിഞ്ഞു. എന്നാലും നാളുകളായിട്ട് കുടിശ്ശികയായിട്ടുള്ള നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ഉൾപ്പെടെയുള്ള വിവിധ ക്ഷേമനിധി ബോർഡ് പെൻഷന്റെ ആനുകൂല്യവുമായി ബന്ധപ്പെടുത്തി വരുന്നതിലൊരു തടസ്സം നേരിടുകയാണ്. അവരുടെ തടസ്സങ്ങൾ പരിഹരിക്കണമെന്ന് നിരവധി തവണയായിട്ട് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. വിവിധ മേഖലകളിൽ നിന്ന് പ്രതിഷേധങ്ങളും ഉയർന്നു വരുന്നെങ്കിലും അത് വിതരണം ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഫണ്ട് ഇതുവരെ ആയിട്ടില്ല എന്നും സാമ്പത്തിക പ്രതിസന്ധിയിൽ തന്നെയാണ് ബോർഡ് ഉള്ളത് എന്നൊക്കെയാണ് ഇപ്പോൾ സർക്കാർ അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ രീതിയിൽ പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. എങ്കിലും ഇവയെല്ലാം തന്നെ നമുക്ക് ലഭിക്കേണ്ട കുടിശ്ശികയെല്ലാം തന്നെ വരുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ലഭിക്കുന്നതെന്നുള്ള പ്രതീക്ഷയാണ് ഉള്ളത്. അത് കൈവിടേണ്ട കാര്യമില്ല. ആ തീയതിയിൽ തന്നെ അല്ലെങ്കിൽ ആ രീതിയിൽ തന്നെ ആനുകൂല്യങ്ങൾ കിട്ടുന്ന ക്രമീകരണമാണ് ഇപ്പോൾ ക്രമീകരിച്ചിട്ടുള്ളത്. കുടിശ്ശിക വരുത്തിയിട്ടുള്ള ആനുകൂല്യങ്ങളെല്ലാം തന്നെ വീട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള കഠിന പരിശ്രമം സർക്കാർ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഇതേ സാഹചര്യത്തിൽ നമ്മുടെ സംസ്ഥാനത്തെ 8.5 ലക്ഷത്തിനടുത്ത് വരുന്ന ഗുണഭോക്താക്കൾക്ക് കേന്ദ്ര സർക്കാരിൻ്റെ തുകയാണ് ലഭിക്കുന്നത്. അതുകൂടി ചേർത്താണ് 1600 രൂപ ലഭിക്കുന്നത്. അതായത് 1600 രൂപ സംസ്ഥാന സർക്കാർ വിതരണം ചെയ്യേണ്ട ഫണ്ടിൽ അതിൽ 1600 രൂപയിൽ 200, 300, 500 എന്നിങ്ങനെ കുറവ് വരുന്ന ഗുണഭോക്താക്കൾ അവർക്ക് ആ കുറവ് വരുന്ന തുകയാണ് കേന്ദ്ര സർക്കാർ നൽകുന്നത്. ആ തുക പ്രധാനമായിട്ടും അവർക്ക് 1600 രൂപ അങ്ങനെയാണ് മൊത്തം ലഭിക്കുന്നത്. അപ്പോൾ തടസ്സം കൂടാതെ വിഷുവിന് മുമ്പ് തന്നെ ഈ ആനുകൂല്യവും ഇവരുടെ കൈകളിലേക്ക് എത്തിച്ചേരുന്നതാണ്. അവരുടെ അക്കൗണ്ടുകളിലേക്ക് പ്രധാനമായിട്ടും ഈ തുകയും മുൻകൂറായിട്ട് തന്നെ സംസ്ഥാന സർക്കാർ അനുവദിച്ചിട്ടുള്ള കേന്ദ്ര സർക്കാർ ഇതുമായി ബന്ധപ്പെടുത്തി കൈമാറിയിട്ടുണ്ട്. ഉദ്യോഗസ്ഥർ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെടുത്തി ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ആ തുകയും ഈ സമയം തന്നെ കൈമാറുന്നതാണ്. ഇനി അതോടൊപ്പം തന്നെ നമ്മുടെ ഫോണുകളിലേക്ക് അറിയിപ്പ് വരുമ്പോൾ കൃത്യമായിട്ട് തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ തുക ലഭ്യമായിട്ടുണ്ടെന്ന് നിങ്ങൾ അറിയിക്കുക. എങ്കിൽ അതിൻ്റെ അറിയിപ്പുകൾ ഇടുന്നതിനും മറ്റുള്ളവർക്ക് ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള ക്രമീകരണങ്ങൾ നമുക്ക് പറയുന്നതിന് വേണ്ടി സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ കൃത്യമായിട്ട് കമൻറ്റ് ബോക്സ് മുഖേന അറിയിക്കുവാൻ കൂടെ ശ്രമിക്കേണ്ടതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനകരമായെന്ന് കരുതുന്നു. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യാനും കൂടെ ശ്രമിക്കുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലികപരമായിട്ടുള്ള വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.